വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ എന്ന പേപ്പറിലെ ഫോർത്ത് ചാപ്റ്ററായ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മീഡിയയാണ്. ഫസ്റ്റ് റേഡിയോയെക്കുറിച്ച് നോക്കാം. 1895 ഇറ്റാലിയൻ ഇൻവെൻറ്ററായ മാർക്കോണിയാണ് റേഡിയോ കണ്ടെത്തിയത്. 1910 ലോകത്തിൽ എക്സ്പെരിമെൻ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് തുടങ്ങി. പക്ഷേ റെഗുലർ റേഡിയോ സർവീസ് 1920കളിലാണ് ആരംഭിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായത്. 1920 ഓഗസ്റ്റോടുകൂടി റെഗുലർ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് US ആരംഭിച്ചു. ഇന്ത്യയിൽ 1921 ഓഗസ്റ്റിലാണ് ഫസ്റ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ അവരുടെ ബോംബെ ഓഫീസിലാണ് ഫസ്റ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയത്. പക്ഷേ 1923 ജൂണിൽ ബോംബെ റേഡിയോ ക്ലബ്ബാണ് ഫസ്റ്റ് റേഡിയോ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പ്രൈവറ്റ് കമ്പനിയാണ് ആദ്യകാലത്ത് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയിരുന്നത്. പിന്നീട് 1930 ഈ കമ്പനി ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്നറിയപ്പെടുകയും ചെയ്തു. പിന്നീട് 1936 ജൂൺ 8 ഇതിൻ്റെ പേര് ആൾ ഇന്ത്യ റേഡിയോ എന്നാക്കി മാറ്റി. ഇന്ന് ആൾ ഇന്ത്യ റേഡിയോ വ്യത്യസ്ത ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നാഷണൽ സർവീസ്, റീജിയണൽ സർവീസ്, എക്സ്റ്റേണൽ സർവീസ്, വിവിധ് ഭാരതി തുടങ്ങിയവയാണ് ആൾ ഇന്ത്യ റേഡിയോയുടെ വ്യത്യസ്ത ബ്രോഡ്കാസ്റ്റിംഗ് സർവീസുകൾ. ആൾ ഇന്ത്യ റേഡിയോയുടെ നാഷണൽ സർവീസ് 1988 മെയ് 18 ആരംഭിച്ചത്. രാജ്യത്തിലെ 76% ജനങ്ങളെയും 64% ഭാഗവും ഇത് കവർ ചെയ്യുന്നു. റീജിയണൽ സർവീസുകളിലൂടെ ഓൾ ഇന്ത്യ റേഡിയോ വ്യത്യസ്ത കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നു. റീജിയണൽ സർവീസ് 24 ഇന്ത്യൻ ഭാഷകളിലും 146 ഡയലക്റ്റുകളിലും ലഭ്യമാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ആൾ ഇന്ത്യ റേഡിയോയുടെ എക്സ്റ്റേണൽ സർവീസ് ആരംഭിച്ചത്. വേൾഡ് അഫയേഴ്സിൽ ഇന്ത്യൻ പോയിൻ്റ് ഓഫ് വ്യൂ കാണിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 24 ഫോറിൻ ലാംഗ്വേജുകളിൽ ഇത് ലഭ്യമാണ്. ആൾ ഇന്ത്യ റേഡിയോയുടെ പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് സർവീസാണ് വിവിധ് ഭാരതി. ഇന്ത്യയിലെ 35 കേന്ദ്രങ്ങളിൽ ഇത് ലഭ്യമാണ്. 1957 ഒക്ടോബർ 2 വിവിധ് ഭാരതി സർവീസുകൾ ആരംഭിച്ചത്. റേഡിയോ സിലോണുമായി മത്സരിക്കാനാണ് ഇത് ആരംഭിച്ചത്. പവർഫുൾ ഷോർട്ട് വേവ് ട്രാൻസ്മിറ്റേഴ്സുകളിലൂടെയാണ് ഈ കൊമേഴ്ഷ്യൽ സർവീസ് നടത്തുന്നത്. നെക്സ്റ്റ്, ഫ്രീക്വൻസി മോഡുലേഷൻ അഥവാ FM ബ്രോഡ്കാസ്റ്റ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്മിഷൻ കേന്ദ്രത്തിൻ്റെ 70 കിലോമീറ്റർ ചുറ്റളവിൽ ലഭ്യമാകുന്ന ലോക്കൽ റേഡിയോ ചാനലാണ് FM സർവീസുകളിലൂടെ ലിസണർക്ക് ക്രിസ്റ്റൽ ക്ലിയർ റിസപ്ഷൻ ഉറപ്പുവരുത്തുന്നു. ആദ്യകാലത്തെ മ്യൂസിക് ബ്രോഡ്കാസ്റ്റിങ്ങിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 1977 FM ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചത്. പക്ഷേ ഇത് 1992 പോപ്പുലർ ആവുന്നത്. ഇന്ന് 105ഓളം FM ട്രാൻസ്മിറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലും FM സർവീസ് ലഭ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങളിൽ 70% ജനങ്ങളും വില്ലേജുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ സർവീസ് ഇന്ത്യയിൽ ഇന്നും പോപ്പുലറാണ്. ടെലിവിഷൻ വന്നെങ്കിലും റേഡിയോയുടെ പ്രാധാന്യം ഇന്നും ഇന്ത്യയിൽ കുറഞ്ഞിട്ടില്ല. ടെലിവിഷനും റേഡിയോയും ഒരുമിച്ച് വളരുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ കാണുന്നത്. നെക്സ്റ്റ്, ടെലിവിഷനെക്കുറിച്ച് നോക്കാം. 1959 സെപ്റ്റംബർ 15 പരീക്ഷണാർത്ഥം ഇന്ത്യയിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചത്. ആദ്യകാലത്ത് ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ മാത്രമാണ് ഇത് ലഭ്യമായിരുന്നത്. ആദ്യകാലത്ത് എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂഡൽഹിയിൽ മാത്രമേ ഇത് ലഭ്യമായിരുന്നുള്ളൂ. ആദ്യകാലത്ത് ടെലിവിഷനെ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമായി കണക്കാക്കിയിരുന്നില്ല. പകരം എഡ്യൂക്കേഷണൽ ടൂളായി മാത്രമാണ് കണക്കാക്കിയിരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ടെലിവിഷൻ പ്രൊജക്റ്റിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകിയിരുന്നു. 1961 ടീച്ചേഴ്സിന് വേണ്ടി ടെലിവിഷൻ പ്രോഗ്രാംസ് ആരംഭിച്ചു. 1965 റെഗുലർ ടെലിവിഷൻ പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. 1972 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിൽ ടെലിവിഷൻ മേഖലയ്ക്ക് ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. 1976 ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെടുത്തുകയും ദൂരദർശൻ എന്ന ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷന് കീഴിലാക്കുകയും ചെയ്തു.
1982 ഓഗസ്റ്റ് 15 ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കളറിലേക്ക് മാറി. 1990 ശേഷം ഒരുപാട് ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽസ് ഇന്ത്യയിൽ ആരംഭിച്ചു. വ്യത്യസ്ത ഭാഷകളിലായി ഒരുപാട് ചാനലുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ മുഴുവൻ ലഭ്യമാവുന്ന നെറ്റ്വർക്കായി ദൂരദർശനും അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. നെക്സ്റ്റ്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് അഥവാ SITE എന്താണെന്ന് നോക്കാം. 1975 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് ലോഞ്ച് ചെയ്തു. 1975 ഓഗസ്റ്റ് 1 മുതൽ 1976 ജൂലൈ 31 വരെ ദൂരദർശൻ ഫാം, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ ATS-6 സാറ്റലൈറ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഈ പ്രോഗ്രാംസ് എല്ലാ ദിവസവും 4 മണിക്കൂർ ഇന്ത്യയിലെ 2400ഓളം വില്ലേജുകളിൽ ലഭ്യമാക്കിയിരുന്നു. SITE എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. പ്രധാനമായും റൂറൽ ആർട്ട്, മ്യൂസിക്, ഡാൻസ് എന്നിവയായിരുന്നു എൻ്റർടൈൻമെൻറ്റ് സർവീസുകളിൽ ഉണ്ടായിരുന്നത്. ഇതിലൂടെ രാജ്യത്തെ ജനങ്ങളെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുമിപ്പിക്കാനും അവരുടെ സംസ്കാരങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും സാധിച്ചു. ടെലിവിഷൻ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഏകദേശം 40 വർഷങ്ങളായി. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത് സമൂഹത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. ആളുകളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും കൾച്ചറിനെ സ്വാധീനിക്കാനും ഇത് കാരണമായി. ടെലിവിഷൻ ഒരു മാസ് മീഡിയമാണ്. ടെലിവിഷന് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഐഡിയാസ്, ബിഹേവിയർ, സോഷ്യൽ ലൈഫ് എന്നിവയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആദ്യകാലത്ത് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരുന്നു ടെലിവിഷനിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് പ്രഷേഴ്സ് കാരണം ഇന്ന് അതിൻ്റെ പ്രയോറിറ്റികൾ മാറി. ഇന്ന് പ്രൈമറി പർപ്പസ് എൻ്റർടൈൻമെൻ്റ് ആയി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ലിറ്ററസി മറികടക്കാൻ ടെലിവിഷൻ സഹായിച്ചു. അതുപോലെ ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാനും ടെലിവിഷന് കഴിയുന്നു. നെക്സ്റ്റ്, പ്രസാർ ഭാരതിയെക്കുറിച്ച് നോക്കാം. ദൂരദർശൻ സ്ഥാപിതമായതു മുതൽ അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിങ്ങിലായിരുന്നു. 1959 ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയത്. പിന്നീട് കേന്ദ്രത്തിൽ വന്ന വ്യത്യസ്ത ഗവൺമെൻറ്റുകൾ ദൂരദർശനെ കൺട്രോൾ ചെയ്യുകയും ഭരിക്കുന്ന പാർട്ടിയുടെ ഹിഡൻ അജണ്ടകൾ പ്രൊമോട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ ഓട്ടോണമിക്ക് വേണ്ടി നിരന്തരം ആവശ്യങ്ങൾ ഉയർന്നു. VP സിംഗിൻ്റെ നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ്റാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയയ്ക്ക് ഓട്ടോണമി നൽകാൻ ആദ്യമായി ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 1997 സെപ്റ്റംബർ 22 ഈ നിയമം നിലവിൽ വരികയും പ്രസാർ ഭാരതി ബോർഡ് സ്ഥാപിതമാവുകയും ചെയ്തു. പ്രസാർ ഭാരതിയാണ് ആൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനും നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റ് ഓർഗനൈസ് ചെയ്യുക, റേഡിയോയുടെയും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെയും ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുക എന്നിവയൊക്കെയാണ് പ്രസാർ ഭാരതിയുടെ പ്രധാന ധർമ്മങ്ങൾ. ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലെയും പ്രോഗ്രാംസുകളെ നിയന്ത്രിക്കുന്നത് 1968 AIR കോഡ് അനുസരിച്ചാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും എന്ത് പ്രോഗ്രാംസ് പ്രക്ഷേപണം ചെയ്യാം, എന്തു പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത്രയുമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന 4th ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.